ഇനി വരുന്ന 5 മണിക്കൂർ നമ്മൾ അടിപൊളി ഒരു ഹെവി ഓഫ് റോഡിങ് ആണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഭക്ഷണവും കാര്യങ്ങളെല്ലാം കഴിക്കാനുള്ള നിർദ്ദേശം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഹോട്ടലിൽ തന്നെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ താമസിച്ച റിസോർട്ടിൽ തന്നെ കട്ട് ഫ്രൂട്ട്സും അപ്പവും മുട്ടക്കറിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് ഓഫ് റോഡിന് ഇറങ്ങാൻ പോവാണ്. മെഡിക്കൽ കിറ്റും കാര്യങ്ങളും എല്ലാം തയ്യാറാക്കി വെച്ചു. പല ആക്സിഡൻസും ഇവിടെ വെച്ച് സംഭവിച്ചിട്ടുണ്ടെന്നുള്ള നിർദ്ദേശങ്ങളെല്ലാം കിട്ടി. നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സോ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു സെക്ഷനാണെന്ന് പറഞ്ഞ് അങ്ങനെ വഴി തെറ്റി പോകാനുള്ള വഴിയൊന്നുമില്ല. കാരണം റോട്ടിലേക്ക് ജോയിൻ ചെയ്യും. ഇതിലൊരു തമാശയുള്ളത്, സാധാരണ സായിപ്പുമാരെ നമ്മളാണ് ഹെൽപ്പ് ചെയ്യുക. ഇത് സായിപ്പ് നമ്മളെയാണ് ട്രാക്ക് കാണുന്നത്. കാരണം ഈ ഒരു സ്പോർട്സിനോട് മലയാളികൾക്ക് അറിയില്ല. മലയാളികൾക്ക് ഇത് സംഭവം എന്താണെന്ന് അറിയില്ല, കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. അതുകൊണ്ടാണ് നമ്മുടെ ചാനൽ ഒരു യൂണീക്ക് ചാനലായിട്ട് നിൽക്കുന്നത് ഗൈസ്. നീ ഇത് ക്ലൈംബാ. ഇവരെക്കാട്ടും കുറച്ചും കൂടി ലൈൻ ചൂസ് ചെയ്യാൻ ഞാൻ കുറച്ചുകൂടി പഠിക്കണം. നിങ്ങളുടെ ഫുൾ സസ്പെൻഷൻ ആയതുകൊണ്ടേ. അങ്ങനെ ഒരു 10 മിനിറ്റ് ക്ലൈംബ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു റൂട്ടിൽ കൂടെ നമ്മുടെ ബൈക്കും കാര്യങ്ങളോടെ ഇരിക്കുന്നുണ്ട്. ചെറിയൊരു ബ്രേക്ക് എടുത്തതാണ്. ഇതിൽ കൂടെയാണ് ഡൗൺ ഹില്ലായിട്ട് ഇറങ്ങി പോകേണ്ടത് കേട്ടോ. ഒരു പ്രൈവറ്റ് വഴിയാണ്. സോ ചുമ്മാ റെസ്റ്റിംഗ് ആണ്. നല്ലൊരു ഫേസിൽ നമ്മൾ കയറിപ്പോയി. അവർ ഫുള്ള് ചാറ്റിംഗ് ആണ്. സോ ആ വഴിയല്ല, ഈ വഴിയാണ് ഗൈസ്. ഇവിടെ ഒരു വഴി ഉണ്ടെന്ന് തന്നെ ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ഓ പൊടിപാറ്റിയാണല്ലോ. കൊള്ളാം അല്ലേ? അത് കൊള്ളായിരുന്നു. ഇതും കൊള്ളായിരുന്നു ഗൈസ്. ഒന്ന് സെറ്റിലായിക്കോട്ടെ, കൈയൊന്ന്. സെറ്റായിരുന്നത്. നോ, ഫസ്റ്റ് ടൈം. സായിഫ് പറയായിരുന്നേ, ആക്ച്വലി ആൾക്ക് 51 വയസ്സായിട്ടുണ്ട്. കഴിഞ്ഞ 20 വർഷമായിട്ട് ആളിവിടെ ചെയ്യണതാണ്. അപ്പോൾ ഓരോ സ്ഥലത്തെയും ട്രാക്കും കാര്യങ്ങളൊക്കെ ആൾ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് 3-6 ട്രാക്ക് ഇതുപോലെ കണ്ടുപിടിച്ച് ഓടിക്കാൻ പോണ സമയത്ത് അവിടുത്തെ പ്ലാന്റേഷൻ ആൾക്കാർ ഫുള്ള് ഇയാളെ ബാൻ ചെയ്ത്, സായിപ്പിനെ ബാൻ ചെയ്തു. എന്താ പറഞ്ഞോ,
ആ സായിപ്പിനെ ബാൻ ചെയ്തു. ആക്ച്വലി ആളുടെ ഫോട്ടോ എല്ലാ പ്ലാന്റേഷനും മുന്നിൽ വെച്ച് ആളെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റരുത്. അതിൻ്റെ അർത്ഥം ആൾ പറഞ്ഞത് ആൾക്കാർക്ക് അറിയില്ല ഇതെന്താ ചെയ്യണത് കാര്യങ്ങൾ ഒന്നും. അപ്പം ഈ പറഞ്ഞോണോ പൊളിച്ച് അത് അടിപൊളിയായിരുന്നു. നിങ്ങൾ ഈ പോപ്പുലർ കണ്ട പോലെയല്ല കേട്ടാ അല്ലേ? ഗോപ്രോയില് കാണുന്ന പോലെ നല്ല സ്റ്റീപ്പാ. ഞാൻ ആ കല്ല് ക്രാക്ക് ചെയ്യുമെന്ന് വിചാരിച്ചില്ല, പക്ഷെ അത് ക്ലിയർ ചെയ്തു കേട്ടോ, സെറ്റായി. അപ്പോൾ ഞാൻ പറഞ്ഞത് ആൾക്കാർക്ക് സ്പോർട്സ് അറിയില്ല. നിങ്ങളിതിൽ വന്ന് പരിചയപ്പെട്ടതിന് ശേഷമാണ് നിങ്ങൾക്ക് ആ ഒരു അഡ്രിനാലിൻ ഇതും കാര്യങ്ങളും അറിയുള്ളൂ. നിങ്ങൾ ഈ മോട്ടോർ സൈക്കിളിൽ എക്സ്പൾസിലൊക്കെ ഓഫ് റോഡ് ചെയ്യാൻ പോകണല്ലേ, അതിനെക്കാട്ടും അതെ അതിനാണ് കുറച്ചുകൂടി കൂടുന്നോണു അല്ലേ? ത്രില്ലിംഗ് ആണ് ഈ സംഭവം, ഈ സ്പോർട്സ്. ഹെൽത്തി ആണ്. ഡിപ്പെൻസ്, ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിരിക്കും. എന്നാലും ഞാൻ പറയാണ്, ആള് ദുബായിൽ ഹുസ്ക്വർണയുടെ ഒരു 400cc 2 stroke ബൈക്കിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതും കളഞ്ഞിട്ട് ഇങ്ങോട്ട് വരണമെങ്കിൽ ഇതിലെന്തെങ്കിലുമൊക്കെ കാണണമല്ലോ. മീൻസ് ആ ഒരു എക്സ്പീരിയൻസ് ആണ് പറയണത് കേട്ടോ, നിങ്ങൾ ആ ഒരു ഇതിലേക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എല്ലാത്തിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ഇതുകളുണ്ട് കേട്ടോ, ക്ലൈമ്പുകളുണ്ട്. ഇതും ഈ ചെറിയൊരു ഡൗൺ ഹിൽ സെക്ഷനാണ്. സോ മുഴുക്ക പിടിച്ചിരുന്ന എന്നോട് തന്നെ പറഞ്ഞതാ. ഞാൻ എഴുതിയിട്ട് കണ്ടേട്ടാ, ജസ്റ്റ് ആ ഒരു ഫ്ലോയിൽ തന്നെ പോകണുള്ളൂ, കാരണം ഇനിയും എനർജി ആവശ്യം വരും. ഇതൊക്കെ ഒരു പ്ലാന്റേഷൻ്റെ ഫുള്ളി ബോഡിയാണ് കേട്ടോ. രണ്ടോട്ടം എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. രണ്ടോട്ടം എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടാ വണ്ടി. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് സ്റ്റോപ്പ് എടുത്തിരിക്കുകയാണ് കേട്ടോ. ഏകദേശം ഒരു 2.5 മണിക്കൂർ നമ്മൾ റൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ന്യൂക്ക് പ്രൂഫിൻ്റെ ബൈക്കും അതുപോലെ തന്നെ ഒരു ലാപ്പിയറിൻ്റെ വണ്ടിയും ന്യൂക്ക് പ്രൂഫിൻ്റെ ഒക്കെ വണ്ടിയാണ് ഇവിടെ ഇരിക്കണത്. ഇത് എൻ്റെ ബൈക്ക് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ചെറിയൊരു കടയിൽ കയറിയിട്ട് സോഡ, നാരങ്ങ വെള്ളം, ഉപ്പിട്ട് കുടിക്കുകയാണ് കേട്ടോ. ആക്ച്വലി നല്ലോണം ഡ്രെയിൻ ആവുന്നുണ്ട്. അപ്പോൾ ഞാനുണ്ട്, ജോയ്സ് ഉണ്ട്, മാഞ്ചസ്റ്ററിൽ നിന്നുള്ള മൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. ആളാണ് കോർഡിനേറ്റ് ചെയ്യണത്, നമ്മുടെ സായിപ്പ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട്, സോ നിങ്ങൾക്ക് ഇൻ കേസ് ആവശ്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇവിടെ ഇൻസ്റ്റാഗ്രാം ഐഡിയും പേജും കൊടുക്കാട്ടോ. ഇപ്പോൾ അയർലൻഡിലായാലും കേരളത്തിലായാലും വേണമെങ്കിൽ അവർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഞങ്ങളുടെ ഫസ്റ്റത്തെ സ്റ്റോപ്പാണ് കേട്ടോ. കാരണം 4 സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാം കാട്ടുന്നില്ല. നമ്മൾ ഓരോ മണിക്കൂർ കഴിയുമ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റോപ്പ് എടുത്ത് സോഡ, നാരങ്ങ വെള്ളം, ഉപ്പിട്ടിട്ടൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. കാരണം കുട്ടിക്കാനാണ് എങ്കിലും നമുക്ക് നല്ല രീതിയിൽ ചൂട് വരുന്നുണ്ട് കേട്ടോ. 28 ഡിഗ്രിയാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവിടുത്തെ ടെമ്പറേച്ചർ ആയിരുന്നത്. എൻ്റെ നാട് തൃശ്ശൂർ 40 ഡിഗ്രിയും. അപ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്നാലും നമ്മുടെ ബോഡിയും ഹീറ്റാണ്, അവിടുത്തെ ചൂടും ഉണ്ട്. അപ്പോൾ എല്ലാം കൂടും നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ ഓരോട്ടും. ഓക്കെ, സോ കുറച്ച് ടൈറ്റാണെന്നാണ് പറഞ്ഞത്. ടൈറ്റർ ടേൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ആൾ മെയിൻ ചെയ്തത്. Are you okay? Yeah. Oh. Wait. You good? Yeah. Shit. You okay? Yeah. You got a video? Huh? I don't know. ആള് പറഞ്ഞോളൂ കുറച്ച്
ടൈറ്റാണ് ടേണും കാര്യങ്ങളൊക്കെ. കമ്പി അതിൻ്റെ ഉള്ളിൽ ഇല്ലില്ല കഴിഞ്ഞുപോയി. സോ ഇതാണ് അതിൻ്റെ ഒരു ഫൺ അല്ലേ, ഒന്ന് പാർട്ട് ഓഫ് ദ ഗെയിം, പാർട്ട് ഓഫ് ലേണിംഗ് എന്നും വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് മോർ കൺട്രോൾ വേണം. അതിപ്പോൾ ആളോട് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ഏത് ട്രാക്കിലേക്ക് വേണമെങ്കിൽ കൊണ്ടുപോട്ടാം. നമ്മൾ കുറച്ചും കൂടി ഒരു ഇതായതുകൊണ്ട് എക്സ്പീരിയൻസ് ആയ കാരണമാണ് ഈ ട്രാക്ക് വന്നത്. നൈസ്. വിചാരിക്കണ പോലെയല്ല കേട്ടോ, കുറച്ച് കയറിയായിരുന്നു. അതാണ് ഈ ജമ്പ് ചെയ്ത് പോണൊരു സെറ്റപ്പ് ആയിരുന്നു വേണമെങ്കിൽ. പക്ഷെ പരിചയമില്ലാത്ത കാരണം നമ്മൾ ആ പണിക്ക് നിൽക്കുന്നില്ല. സോ ഒരു ഗ്രൗണ്ടിൻ്റെ സൈഡിൽ കൂടെ പോയിട്ട് നമ്മൾ അടുത്തൊരു ട്രാക്കിലേക്ക് കടന്നു. കുറച്ച് നേരം റോട്ടിൽ കൂടെ ഉണ്ടായിരുന്നു, റോട്ടിൽ കൂടെ ഓടിക്കാൻ പോറാം. അപ്പോൾ ഈ ട്രാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കുറച്ച് ടൈറ്റാണെന്നാണ് പറഞ്ഞത്, മുന്നത്തെ പോലെ തന്നെ. സോ പിടിച്ചിരുന്നു വീണ്ടും എന്നോട് തന്നെ ഒന്നുകൂടി പറഞ്ഞതാണ്. ഇനി ഇവിടെ നിന്നാണ് ചെറിയൊരു 5 മിനിറ്റുള്ളതെന്ന് പറഞ്ഞേ. നാളെ മാഞ്ചസ്റ്റർ അല്ലേ മൈക്ക്, മാഞ്ചസ്റ്ററുകാരനല്ലേ, മാഞ്ചസ്റ്ററിൽ നിന്നാണ് കേട്ടോ. കഴിഞ്ഞ 20 കൊല്ലമായിട്ട് ആളിവിടെ സെറ്റിൽഡാണ്. ഈ ജൂലൈ മാസം ആൾ വീണ്ടും പോവും. ഓഹ് നല്ല ടൈറ്റ് ആണല്ലോ അല്ലേ. ഇറ്റ്സ് റിയലി ടൈറ്റ് ടേൺ റൈറ്റ്. യാ ഭയങ്കര ടൈറ്റാണ് കേട്ടോ. മനസ്സിലായി. അതെ, ബാക്കൊന്ന് ഹോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. നൗ ഇറ്റ്സ് മൈ ടേൺ. ഇല്ല എനിക്ക് കിട്ടിയില്ല ഗൈസ്. അവിടെ വളയാനുള്ള ഇതുപോലും ഇല്ല. ഞാൻ ഇത്രയും നേരം ഓടിച്ചിൽ ഏത് ഭാഗം ഇഷ്ടമായെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, ഏത് സെക്ഷനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളതൊന്നും താഴെ കമൻറ്റ് ചെയ്ത് ഉപകാരമായി. ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടോ, വീടുകളൊക്കെ ഇതൊക്കെ ഒരു അംഗൻവാടിയാണ് അല്ലേ. അതെ, അംഗൻവാടിയുടെ സൈഡിലുള്ളൊരു ട്രാക്ക്. അതെൻ്റെ ഒരു 3-4 അടി ഹൈറ്റിൽ പൊങ്ങിയിട്ടുണ്ടാവും കേട്ടോ. ഓ ആ ജമ്പ് ചെയ്യാൻ പറ്റുമായിരുന്നു അല്ലേ, അതിവിടെ കയറിയിട്ട്. ട്രാക്ക് ലൂസാന്നാ പറഞ്ഞാൽ അത്ര ടൈറ്റില്ല, കൺട്രോൾ ഉണ്ടായാൽ മതി. കണ്ട എങ്ങനെയുണ്ടായിരുന്നു? ലൂസ് ട്രാക്കാണ്, അടിപൊളിയായിരുന്നു, സെറ്റായിരുന്നു. അവർ നല്ല പടപടച്ച് പോകുന്നുണ്ടോ. കുറച്ച് ടെക്നിക്കലാണ് അത്, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല.
അയ്യോ ചെയിൻ പോയി. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല അവിടെ. അതെ കല്ലുണ്ടോ? അവര് പോയി ക്യാമറ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊന്ന് നിന്നതാ. പിന്നെ ഗിയറും ഒന്ന് സെറ്റ് ചെയ്യണമായിരുന്നു. കൈയൊക്കെ ഒരു പരുവായിട്ടാ അല്ലേ? കൈയൊക്കെ ഒരു പരുവായിന്ന്. സോ വി ആർ ഗോയിങ് ടു കണ്ട് ഭാഗ്യം. മുള്ളുവേലി ഉണ്ട് ഗൈസ്. മുള്ളുവേലി കടന്നിട്ട് വേണം. ഇനി ഓക്കെ അല്ലേ? അതെ. ഓ ഇലകൾ കാരണം സ്ലിപ്പറിയോ രസമുണ്ടത്. ഇലകളുള്ള കാരണം അടിപൊളിയാ. സോ നമ്മൾ വീണ്ടും വേറൊരു സെക്ഷൻ നോക്കിയിട്ടാ. നമ്മളിടയിൽ ഇങ്ങനെ ഗ്യാപ്പ് എടുക്കുന്നുണ്ട്. കണ്ടിന്യൂസ് റൈഡല്ല, അത് ഈ സോഡ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. സോഡ സ്നാക്സ് വല്ലതൊക്കെ റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട്, അല്ലാതെ വേറെ സ്റ്റോപ്പൊന്നുമില്ല. ഫുള്ള് റൈഡാണ്. നമ്മളിപ്പോൾ ഒരു കാടമം പ്ലാന്റേഷനുള്ളിൽ കൂടെയാണ്. നല്ല ചീവീട് ഉണ്ട് കേട്ടോ. ചീവീടിൻ്റെ നല്ല സൗണ്ട് ഉണ്ട്. Yeah, buddy. Pulley. That was nice. കുറച്ച് ബാക്കിൽ ഈ ട്രാക്കിൽ ഗ്ലൗസ് വേണം കേട്ടോ, അല്ലെങ്കിൽ കുറച്ച് സീനാ. അറ്റ്ലീസ്റ്റ് ഞാൻ കണ്ണാട വെച്ചിട്ടുള്ള നല്ല ഭാഗ്യം, അതുകൊണ്ടല്ലേ ഞാൻ പെട്ടുപോയനെ. യാ ബ്രോ വേണ്ട, പരിചയമില്ലാത്തതാട്ടാ. വെറുതെ ജമ്പൊക്കെ എടുത്തിട്ട് എങ്കിൽ ഞാനെടുക്കും. കാരണം അടുത്തെന്താ വരണേ നമുക്ക് അറിയാൻ പറ്റില്ല. സോ നമ്മൾ വെറുതെ റിസ്ക് എടുത്തിട്ട് കാര്യമില്ല. യാ ബഡി പൊളിച്ച്. ഏതോ പഴയൊരു എസ്റ്റേറ്റിലേക്ക് എത്തിയെന്നു. Again
ഗ്രാമ അവര് ജമ്പ് ചെയ്യാൻ നോക്കണം. ഞാൻ ജമ്പ് ചെയ്യാൻ അധികം ജമ്പ് ചെയ്യാൻ അധികം നോക്കുന്നില്ല. അലക്കല്ലത് എവിടെ പൊളി മാൻ. വീണ്ടും ഒരു ഗ്രാമം സൈഡ് എത്തി. പോന്നോ ഫസ്റ്റ്? സോ ആള് ഫസ്റ്റ് ഇത് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സോ നമുക്ക് നോക്കി വെക്കാം എന്തായിരിക്കും എന്നുള്ളത്. ക്ലിയറായി ഫുൾ ഇത് എടുത്തിട്ടാ. ഞാൻ ആക്ച്വലി ആ സൈഡിലത്തെ കല്ലിക്കോട് എടുക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തത്. യുവർ നെക്സ്റ്റ് മൈക്ക്. അടുത്ത ആള് അതിൻ്റെ ഇടയിൽ കൂടെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഞാൻ. റൈറ്റ് ക്ലിയർ സെറ്റ്. ഇനി എൻ്റെ ഹാർട്ടയിലാണ് ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കണേ. ഞാൻ ആക്ച്വലി കല്ലിക്കോട് എടുക്കാന്ന് വെച്ചാൽ ഇത് ബോട്ടം ഡൗട്ട് ഉണ്ട്, കാരണം എൻ്റെ അടി ഇടിക്കും. സോ ഞാൻ ഈ ലൈൻ എടുക്കാനുള്ള പരിപാടിയാണ്. സ്റ്റോപ്പ് വേണ്ടല്ലേ? സ്റ്റോപ്പ് വരുമ്പോൾ നിനക്ക് പിന്നെ മൊമെന്റം കിട്ടുമെന്ന് ഡൗട്ട് ഉണ്ട് അവിടെ. ഓക്കെ, അപ്പം ഞാൻ ഈ ഇത് എടുക്കാം കേട്ടോ, ട്രാക്ക് എടുക്കാം. ഫോട്ടോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാരും കൂടി ഒരു ഫോട്ടോ എടുത്തു. അതാണ് ഫോട്ടോ. നന്നായില്ലേ? സെറ്റ്. അതെ ഫോട്ടോ ഞാൻ അയച്ചു തരാം. വേണ്ട വെള്ളം ഞങ്ങളുണ്ട്. ഞങ്ങളുടെ കഴിച്ചു ഞങ്ങളുടെ റൈഡ് കഴിഞ്ഞു. ഞാൻ അവസാനിപ്പിക്കും. പിള്ളേരൊക്കെ ഫുള്ള് ഹാപ്പി കേട്ടാ. ഞാൻ തൃശ്ശൂര് ഫുള്ള് ഹാപ്പി. റൈഡ് കഴിഞ്ഞു, തീർന്ന്. ആ ജമ്പ് ചാടാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ ഒരു സ്റ്റോപ്പ് എടുത്തു. ദാറ്റ് വാസ് റിയലി കൂൾ റൈറ്റ്. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഒരു ഇതെടുത്തതാണ് കേട്ടോ. ഇത് നിങ്ങൾ ഇവിടുത്തെ എസ്റ്റേറ്റിന്റെ ക്വാർട്ടേഴ്സ് ആണല്ലേ? എസ്റ്റേറ്റ് പേരെന്താ? പാമ്പന. ഓ അപ്പൊ ശരി, അയച്ചു തരാം. ബൈ. സെറ്റ് ഗൈസ്. ഇടണുള്ളത് സെറ്റ് ഗൈസ്. സെറ്റ് അല്ലേ? ഫോട്ടോ എടുത്ത് അതെ കുറെ സബ്സ്ക്രൈബേഴ്സിന് കിട്ടി. ചവിട്ടി നോക്കണ കാല് പോവും. അതാ തൃശ്ശൂര്. ഇവിടെ ചവിട്ടാൻ വന്നത്, സൈക്കിൾ ഓട്ടാൻ വന്നതാ. 3 പേരും തൃശ്ശൂര്. ആള് എവിടെയുള്ളതാ? ആള് കോതമംഗലം അടുത്തുള്ളതാ. ശരി, തൃശ്ശൂര് കോതമംഗലം. ശരി, അപ്പൊ കൊള്ളാം കഴിച്ചു. സ്റ്റെയർ ഉണ്ടോ? ഇനി സ്റ്റെയർ ചാടിച്ചിട്ടാന്ന് വേണ്ട. ലോക്കൽസിൻ്റെ അടുത്ത് മിങ്കിൾ ചെയ്യുമ്പോ പ്രത്യേക ഒരു ഇതല്ലേ? എന്തുണ്ടേ കേറിയാ? ഉരുണ്ട് കയറുണ്ട്. ലോക്കൽസിൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഫീല. ചവിട്ടാൻ പറ്റില്ലേ? കുഴപ്പമില്ലല്ലോ? വെയിറ്റ് ചെയ്യണോ? ഓക്കെ. അവിടെ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യണവരാണ് കേട്ടോ ഫുൾ ആൾക്കാർ. അപ്പോൾ അവരായിട്ട് ചുമ്മാ ചിറ്റ് ചാറ്റ്. കൊള്ളാം കൈസ്. കരിങ്കോഴിയല്ലേ പാട്ട് എനിക്ക് ഓർമ്മ വന്ന്.
So we are going again uphill. Yeah, buddy. അത് പൊളിച്ച്. Wait. Okay. Yeah, another one. Yeah. Oh, ഇത് മറ്റേ ടർഫ് പോലെ. I didn't see that coming, man. Yeah, buddy. Holy morning. Oh, that was really cool, man. പൊളിച്ച് അടിപൊളിയായിരുന്നു അത്. That was really good, man. പൊളി അടിപൊളിയായിരുന്നു. സീൻ. ഒന്നോ രണ്ടോ ക്രാഷ് ഉണ്ടായി, അല്ലാതെ വേറെ ആർക്കും ഒന്നും സംഭവിച്ചില്ല കേട്ടോ. നമ്മൾ സക്സസ്ഫുള്ളി 6 മണിക്കൂറിൻ്റെ ഒരു ഓഫ് റോഡ് ട്രയൽ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. നല്ല ഭക്ഷണവും നല്ല ഇതുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വൈൻഡപ്പ് ചെയ്യാനുണ്ടാ. സോ സ്റ്റേ ട്യൂൺഡ്. കിടിലൻ വ്ളോഗുകൾ വരാനുണ്ട്, ഓഫ് റോഡ് വീഡിയോസും അനിയനായിട്ടുള്ള കുറേ വീഡിയോസ് ഇനി വരാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്കും ഒരു പ്രചോദനം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.